പ്രിയപ്പെട്ടവരെ, ദുബായ് വാർത്തയുടെ ഒരു വെരി സ്പെഷ്യൽ ലൈവ് ഇപ്പോൾ പ്രത്യേകിച്ചുള്ളൊരു വിഷയവുമായി ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ചില ആധികാരികമായ ഇൻഫർമേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ലൈവിലൂടെ. നമ്മളെല്ലാവരും ഒരു വിസ അടിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അതെടുത്തെങ്കിലേ ദുബായിലും അബുദാബിയിലും ഒക്കെ വിസ അടിച്ചു കിട്ടുകയുള്ളൂ എന്നറിയാമല്ലോ. പക്ഷെ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് ഈ മഹാമാരിയുടെ സമയത്ത് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ? ഒരുപാട് പേർ ദുബായ് വാർത്തയുടെ ഇൻബോക്സിലേക്ക് വന്ന് ചോദിച്ചതാണ്. കാരണം ആശങ്ക നമ്മളെ ഭരിക്കുകയാണ്. ആശങ്ക, അക്ഷരാർത്ഥത്തിലെ ആശങ്ക. എന്തെങ്കിലും അസുഖം വന്നാൽ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് നടത്താൻ പോവുക? എങ്ങനെയാണ് ചികിത്സിക്കാൻ പോവുക? ആ ചികിത്സയ്ക്ക് വലിയ പൈസയാകുമോ? ഈ ഒരു കോവിഡ് രോഗം തന്നെ കണ്ടുപിടിച്ച ശേഷം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ മറ്റ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി പ്രശ്നങ്ങൾ വന്ന് കേൾക്കുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ ഇടപെടണം? ആളുകളുടെ കയ്യിൽ കാശില്ല, ഇൻഷുറൻസ് കാർഡുണ്ട്, പക്ഷെ അത് എടുക്കില്ല എന്ന് പല ആശുപത്രികളും പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു അഡ്വൈസാണ് വിദഗ്ധരിൽ നിന്ന് ഈ സമയത്ത് തേടുന്നത്. ഒരുപാട് പേർ ആവശ്യപ്പെട്ടതുകൊണ്ട്. അതുപോലെ മറ്റൊരു കാര്യവും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള കാര്യം കൂടി ചേർത്ത് വെക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും, അത് ജീവനക്കാരനാവട്ടെ, കമ്പനി മുതലാളിയാവട്ടെ, ആരാണെങ്കിലും അവരുടെ സ്വത്തുക്കളെല്ലാം അടുത്ത തലമുറയിലേക്ക് വേണ്ടി എഴുതി വെക്കുന്നതിന്, രേഖാമൂലം അങ്ങനെ മാറ്റി വെക്കുന്നതിന് എന്തൊക്കെ പ്രൊസീജിയർ, അതിനെന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ, അത്തരം കാര്യം കൂടി പറയാൻ വേണ്ടി ഇന്ന് ഈ മേഖലയിലെ, പ്രത്യേകിച്ച് ദുബായിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇൻഷുറൻസ് മേഖലയിൽ സജീവമായിരിക്കുന്ന ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടി മാത്രം ഇപ്പോൾ കൊണ്ടുവരുന്ന ഞങ്ങളുടെ ഗസ്റ്റ് ആണ് മിസ് ലീന പർവാനി. കഴിഞ്ഞ 10 വർഷത്തിലധികമായി UAE-യിൽ LPH, ലെറ്റ്സ് പ്ലാൻ ഹിയർ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സർവീസസ് സ്ഥാപനത്തിന്റെ സാരഥിയാണ്, മാനേജിംഗ് ഡയറക്ടറാണ്. വെൽക്കം ലീനാജി. Thank you so much, Mr. Aji, for having me here. Okay, we were discussing about the very important factors related to the health insurance in between this pandemic situation. Our people they are having very much confusion about this because they have insurance card, health insurance card, but some of the hospitals saying no, which is not applied during this time. What is your advice actually related to this? This is actually, we are having so many queries actually coming in for health insurance. That is my test cover. If I'm going for a test, is my test cover for COVID? Usually any pandemics are not part of health insurance or life insurance. But in this scenario, when all the governments need help, everybody needs help. So this is, all insurance companies have taken this step to cover this thing. But the test, if somebody doesn't have any symptoms and he wants to go for a test, that test will not be covered. That cost, individual has to bear it. But if the person is having the symptoms, that doctor can diagnose and say that yes, is a person having symptoms and been in touch with somebody nearby with such kind of person who was positive, and person has a high symptom, then yes, insurance company will cover the cost of test. Also, once the person is diagnosed and the positive, and whatever treatment come in, whether he is in the critical condition or been isolated somewhere else, the whole cost which is hospital doing on that will be covered under the health insurance. Okay, എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു സിംറ്റം കൃത്യമായിട്ടുണ്ട് എന്നിട്ട് ഡോക്ടർ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് കവർ ചെയ്യും. ഇത് ആശുപത്രിയിൽ പോകുന്നവർ അറിഞ്ഞിരിക്കണം. സോ ഇഫ് ദി സിംറ്റംസ് ആർ റൈറ്റ് ഇൻ കണക്ഷൻ വിത്ത് ദിസ് പാൻഡമിക്, ഇറ്റ് ക്യാൻ ബി കവേർഡ് as per the doctor's advice. Yes, right? True. Yes, true. Okay, so I think you are getting a lot of inquiries related to this, right? In this situation. Very much. Yeah, because you in are fact, giving mass health insurance schemes. You are giving, that we know. We usually cover corporate health insurances, which is what we specialize into it, along with the financial planning. But health insurance being a major concern, a lot of areas like Sharjah and Ajman, it is not mandatory to do health insurance. A lot of people don't have that. But now, after the pandemic, yes, people are concerned about their health and everybody wants to cover. I say to the people, if you have a good budget, go for good. If you don't have a budget, still go for something basic.
basic insurance will still cover you for pandemic, if it is a critical scenario coming over. Yes, that is very much needed. We have to do that check before that. നമ്മളൊരു ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നതിന് മുമ്പ് എത്ര വലിയ എമൗണ്ടോ ചെറിയ എമൗണ്ടോ വിഷയമല്ല, കൃത്യമായും പഠിച്ചിരിക്കണം. നമുക്ക് ആരാണ് ആ ഇൻഷുറൻസ് തരുന്നത്, അവരുടെ ക്രെഡിബിലിറ്റി, അവരുടെ ഒതന്റിസിറ്റി, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടായിരിക്കണം ഈ എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം അറിയേണ്ടത്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് എല്ലാവരോടും ഓർപ്പിക്കുകയാണ്. ലീനാജി, അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, as you are insurance expert, so we have to ask you a lot of doubts we are also getting in our inbox, which is related to will. See, I'm an employer or employee. I need to transit my wealth to my next generation or my dear or near people. So people are not having proper awareness about the procedures. കൃത്യമായിട്ടുള്ള വിവരം, നമുക്ക് എന്തെല്ലാമാണ് പ്രൊസീജിയർ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു വിൽ കൊടുക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. വാട്ട് ആർ ദി advices you can give in this? Will is a very essential part when we are expat and living in a country where we don't have a citizenship and we don't even have a passport here. So having a will here become really crucial. It is part of the financial planning when we are doing complete for the business transfer or the wealth transfer to the next generation. Yes, a lot of lawyers can help you. But then usually when you go and visit the lawyer, if you have any joint account, you think that's going to save me. I'm sorry, it is not going to save you even if you have a joint account. The lawyer will charge per hour maybe, or at least Yes. per half day or per day like that. We are Yes. not having money to spend like that. Can you give some quick, swift, possible, practical, real solution? Well, I can give you the very best thing on that. We have specially created a tool for that kind of audience. And in fact, yes, you said it very correctly that lawyers actually charge you hourly basis. And many people get confused with so many lawyers they meet and they really see, okay, this is right or not, this is right or not. So we have a specialized tool which is called Billing Wisdom Index, which is what we usually give it to our client. Anybody age above 40, we give it to them. So then they can put together and they can create their own guide or checklist, which I call it billing checklist. They can create their own checklist. They know what to be done. So when they are meeting any lawyer, they know very well already. They're educated enough that what I need for my will to be an executed this. It's not What you something mentioned basic in between? draft for everybody. You mentioned something, Billing Wisdom Index. Billing Wisdom Index. Yes. So that is the pre-check, right? That is a pre-check. This is a specialized tool which is we created for our clients. Okay. And I would say this is one of its kind. Nobody has this something. This is a value addition which we actually do to clients. It's to help you answer. It takes 8 to 10 minutes when we give you tool. You can just go through and fill it. And it requires 10 minutes of your time. And then it produces a wonderful checklist. വെരി ഗുഡ്. 1 second. പ്രിയപ്പെട്ടവരെ, ഒരു ചെക്ക് ലിസ്റ്റ് നമുക്കത് സൗജന്യമായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, ഞാൻ ചോദിച്ചു നോക്കാം. പക്ഷേ ആ ഒരു ചെക്ക് ലിസ്റ്റുമായിട്ട് നമ്മൾ ആദ്യം ഒന്ന് പരിചയിച്ചിട്ട് ലോയർ അടുത്ത് പോയാൽ അത്രയും സമയം ലാഭിക്കാം, ആ ഫീസ് ലാഭിക്കാം. എനി ചാർജസ് ഫോർ ദിസ് ഇൻഡെക്സ് യു ഹാവ് ക്രിയേറ്റഡ്? Well, usually yes, there's a charges on that, but we are live with Dubai. But can we do something for our viewers only for today? Can you give some free modules if they are providing their WhatsApp number or email ID or something? If we receive the email ID, I think they can send it to you on an email ID on your Facebook, and then we can distribute that particular link, which is exclusively only for them to be used. We can definitely distribute as a gift to them today. Yes, usually it is at the cost of $200 per client because it's a unique tool being created for client purpose. But I said that this is a unique gift in this time of pandemic. This is what I can do from my side. I do want people to have a better life and their generations to have a better life and better security. So yes, we can spread the link and you can do your own checklist with that. So $200 worth that module you are giving free only for today. Okay. ഒരു നല്ല ഗുഡ് ന്യൂസ് ആണത്. കാരണം $200 സാധാരണ മാർക്കറ്റിൽ ചാർജ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു മോഡ്യൂൾ. നമുക്ക് അതിന്റെ ചെക്ക് ലിസ്റ്റ്, എന്തൊക്കെയാണ് പ്രൊസീജിയർ, അതൊക്കെ ആദ്യം രേഖപ്പെടുത്തുന്നത്. അതിപ്പോൾ ലീനാജ് പറയുന്നു ഫ്രീ ആയിട്ട് അയച്ചു തരാം. അതാദ്യം ഒന്ന് പഠിച്ച് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോയർ എടുത്ത് പോവുകയോ അല്ലെങ്കിൽ എവിടെ പോയാലും അത്രയും സമയം ലാഭിക്കാം, അത്രയും അധ്വാനം ലാഭിക്കാം. നമുക്ക് അതിലേക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു അവസരവും കിട്ടുകയാണ്. സോ ഇറ്റ്സ് എ ലേണിംഗ് എക്സസൈസ് ഫോർ all the users.
before It gives writing you their the bill. scores. It gives you the financial security score. It says that how much are you secure financially, you know. So it's a very Okay. informative and I would say intelligent tool. It's like a financial mirror. We can see our face, our financial Yes. face Where in do you front of the stand with mirror. the security? Yeah. Okay. സോ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റും, നമ്മൾ എവിടെ നിൽക്കുന്നു, എത്രത്തോളം പ്രോബ്ലം ഉണ്ട്, എത്രത്തോളം പോസിറ്റീവായി നിൽക്കുന്നു, എങ്ങനെയെല്ലാം നമ്മൾ റിക്കവർ ചെയ്യണം എന്നുള്ള രൂപത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ടൂളാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഇമെയിൽ ID ഇട്ട് തന്നാൽ, കമന്റ് ബോക്സിലോ ഇൻബോക്സിലോ ഇട്ട് തന്നാൽ ആ മോഡ്യൂൾ ഫ്രീ ആയിട്ട് അയച്ചു തരും. അത് ഫില്ല് ചെയ്തിട്ട് സ്വയം അസസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരാളടുത്ത് പോകുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ ബിൽ എഴുതി വെക്കുന്നതിന്റെ കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധം കിട്ടും. ആ ബോധം കിട്ടാൻ വേണ്ടി ഒരു വക്കീലിന് കാശ് കൊടുക്കേണ്ടതില്ല എന്നാണ്. Only for getting that awareness, we are not supposed to give money to any lawyers. That is the thing I am trying to communicate. I always promote that empower yourself so you can take your own decision. You have to have a basic your own knowledge before you any consult to any advisor or any lawyer. Empower yourself. See, so I assure my viewers one thing. At least once in a month, this kind of related information or tips we have to give. Now our 10 minutes over, so our viewers are happy, and we wish you all the best in your expertise field. Thank you so much for your and time. I wish everybody to stay safe. Okay, thank you so much. Thank you. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കേട്ടതുപോലെ രണ്ട് കാര്യങ്ങളാണെന്ന് ചർച്ചയ്ക്ക് വെച്ചത്. ഒരുപാട് പേർ ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ബിൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. രണ്ടാമത്തേത്, നമ്മൾ ഈ പാൻഡമിക് സമയത്തൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. താങ്ക് യു സോ മച്ച് മിസ് ലീന പർവാനി, മാനേജിംഗ് ഡയറക്ടർ ഓഫ് LPH ഫിനാൻഷ്യൽ സർവീസസ്, ദുബായ്. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ ഈ ഒരു മോഡ്യൂൾ വേണ്ടവർക്ക്, ആ സോഫ്റ്റ്വെയർ വേണ്ടവർക്ക്, ആ ചെക്ക് ലിസ്റ്റ് വേണ്ടവർക്ക് ഞങ്ങളുടെ ഇൻബോക്സിലോ കമന്റ് ബോക്സിലോ വന്നിട്ട് ഇമെയിൽ ID തരാം, ഞങ്ങൾ അയച്ചു തരാം. അത് ഫിൽ ചെയ്തിട്ട് സ്വയം മനസ്സിലാക്കൂ എന്താണെന്ന്. താങ്ക് യു സോ മച്ച്. Thank you.